അപ്പോൾ പൊതുവേ നമ്മളൊരു ആക്ടറുടെ കരിയർ അനാലിസിസ് വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കരിയറിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടെ എണ്ണി പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് എന്നിലെ പ്രേക്ഷകൻ എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് അങ്ങനെ ഒരു ആക്ടറുടെ വർക്ക് ശ്രദ്ധിച്ചത് എന്നതിന്റെ ബേസിലാണല്ലോ. സോ ഇദ്ദേഹത്തെ കുറിച്ചുള്ള വീഡിയോയും നമുക്ക് ആ രീതിയിൽ തന്നെ തുടരാം. അപ്പോൾ ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സീനിയറിന്റെ റൂം ഉണ്ടായിരുന്നു. ആളുടെ റൂമിൽ ഒരു ടിവിയും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് പുള്ളി ചില ഹിന്ദി മ്യൂസിക് ചാനൽസ് ഇടും. അതിൽ പുതിയ പുതിയ ഹിന്ദി സിനിമകളുടെ ട്രെയിലറും പുതിയ പുതിയ ബോളിവുഡ് സോങ്സും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം പുതിയൊരു ബോളിവുഡ് സിനിമയായ കൈപ്പോച്ചെ എന്നൊരു സിനിമയിലെ മാഞ്ച എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ഞാൻ അതിൽ കണ്ടു. ഇവരിത് സ്ഥിരം ഈ പാട്ട് റിപ്പീറ്റ് ചെയ്തിടുന്നത് കൊണ്ട് അതിലെ മെയിൻ ആളെ ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ പടമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി അതേ വർഷം തന്നെ കുറച്ചുകൂടി നാൾ കഴിഞ്ഞ് ഇതേപോലെ മറ്റൊരു പുതിയ ബോളിവുഡ് റിലീസായ ശുദ്ധ ദേശി റൊമാൻസ് എന്നൊരു സിനിമയിലെ ഷ്യാം ഗുലാബി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ഞാൻ കണ്ടു. അതൊരു നൈസ് പാട്ടാണ്. കുറച്ച് നാൾ മുമ്പ് കണ്ട ആ വീഡിയോ സോങ്ങിലെ അതേ ആള് തന്നെയാണ് ഇതിലുമുള്ളത്. ബൈ ദിസ് ടൈം ഐ നോ ഹിസ് നെയിം, സുശാന്ത് സിംഗ് രാജ്പൂത്. ഇങ്ങനെയാണ് ഞാൻ ആ ആക്ടറെ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ആമിർ ഖാന്റെ PK എന്ന ചിത്രത്തിൽ സർഫറാസ് എന്നൊരു കഥാപാത്രമായി ഇദ്ദേഹത്തെ വീണ്ടും കണ്ടു. ഇദ്ദേഹത്തിൻ്റെതായി ഞാൻ കാണുന്ന ആദ്യത്തെ ചിത്രം. സിനിമയിലേത് ഇദ്ദേഹത്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ക്ലൈമാക്സിൽ പുള്ളിയുടെ ലോങ് ലോസ്റ്റ് ഗേൾ ഫ്രണ്ടുമായി, അതായത് സിനിമയിലെ നായികയുമായി ഒരുമിക്കുന്ന ഒരു രംഗമുണ്ട്. അത്യാവശ്യം കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ഇമോഷണൽ ആക്കാൻ കഴിയുന്ന ഒരു സീനായിരുന്നു അത്. ആൻഡ് ഇദ്ദേഹം അത് ഗംഭീരമായി ചെയ്തിട്ടുമുണ്ട്. ആൻഡ് ഫോർ സം റീസൺ അത് ഇദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി കൊണ്ടാണോ അതോ ആ ഒരു പ്രോമിനന്റ് ആഡംസ് ആപ്പിളിന്റെ പ്രസൻസ് കൊണ്ടാണോ എന്നറിയില്ല, ഇദ്ദേഹത്തിൽ ഒരു SRK ടച്ച് അന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇനി ഇതും കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ഇപ്പുറം 2016 MS ധോണിയുടെ ഒരു ബയോപിക് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. ആൻഡ് അതിൽ നായകനായി വരുന്നത് ഇദ്ദേഹമാണ്. ആൻഡ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇദ്ദേഹം ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററെ പോലെ തന്നെ കടുത്ത ട്രെയിനിങ്ങുകൾ എടുത്തതായും ആൻഡ് ധോണിയുടെ ക്രിക്കറ്റിംഗ് ഫൂട്ടേജ് ഒരുപാട് തവണ കണ്ട് ആ ഒരു ശൈലി സ്വന്തമാക്കാൻ ശ്രമിച്ചതുമൊക്കെ അന്ന് ഭയങ്കര വാർത്തയായിരുന്നു. ഓൾസോ ഈ സിനിമ ഇറങ്ങുന്നത് ധോണി റിട്ടയർ ആവുന്നതിന് മുൻപുള്ള ടൈം ആയതുകൊണ്ട് അക്കാലത്ത് ഇന്ത്യയുടെ പല കളികളിലും ഇദ്ദേഹവും സ്റ്റേഡിയത്തിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. ആൻഡ് എല്ലാത്തിനും ഒടുക്കം പടം ഒരു ഗംഭീര വിജയവുമായി മാറി. ആ ഒരു വിജയത്തിൽ ധോണി എന്ന ഫാക്ടറിന് വലിയൊരു പങ്കുണ്ട്. പക്ഷെ ആസ് ആൻ ആക്ടർ ഇദ്ദേഹവും ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. ആൻഡ് തീർച്ചയായും ആ ഒരു സിനിമ ഇദ്ദേഹത്തിന് നല്ലൊരു സ്റ്റാർഡവും നൽകി. ഇനി തൊട്ടടുത്ത വർഷം രാബ്ത എന്നൊരു പടം ഇദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങി. 4-5 കിടിലം പാട്ടുകളുള്ള ഒരു പടമായിരുന്നു അത്. ഇദ്ദേഹത്തെ ഏറ്റവും ഭംഗിയായി കണ്ടൊരു സിനിമയും. പക്ഷെ സിനിമ ഒരു പരാജയമായിരുന്നു. ഓൾസോ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ തെലുഗു ബ്ലോക്ക് ബസ്റ്റർ മഗധീരയുടെ കഥയുമായി ഈ സിനിമയുടെ കഥയ്ക്ക് ഭയങ്കര സാമ്യമുണ്ടെന്നും എന്നാൽ അവർ കോപ്പിറൈറ്റ് അവകാശം വാങ്ങിയിട്ടില്ലായിരുന്നു എന്നുമൊക്കെയുള്ള വിവാദങ്ങളും ഈ സിനിമയ്ക്ക് ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. ശേഷം 2018 ഉത്തരാഖണ്ഡ് ഫ്ലഡിന്റെ പശ്ചാത്തലത്തിൽ വന്ന കേദാർനാഥ് എന്ന വിജയ ചിത്രവും ഇദ്ദേഹത്തിൻ്റെതായി വന്നു. മികച്ച പാട്ടുകളുള്ള ഒരു സിനിമയായിരുന്നു അത്. അതിലെ അർജിത് സിംഗ് പാടിയ ജാനിസാർ എന്നൊരു സോങ് ഒരു നൈറ്റ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും കേൾക്കാറുണ്ട്. ഇനി 2019 എന്റെ ഒരു ഹിന്ദി സംസാരിക്കുന്ന കൂട്ടുകാരൻ നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് നിർബന്ധിച്ചിട്ടും ഞാൻ തിയേറ്ററിൽ പോയി കാണാതിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ അത് മൊബൈൽ ഫോണിലാണ് കണ്ടത്. പക്ഷെ എന്റെ കൂട്ടുകാരൻ പറഞ്ഞത് ശരിയായിരുന്നു. അതൊരു ഗംഭീര സിനിമയായിരുന്നു. സിനിമയുടെ പേര് ചിച്ചോരെ. അപ്പൊ ചിച്ചോരെ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയതോടുകൂടി തീർച്ചയായും ഇദ്ദേഹത്തിന്റെ സ്റ്റാർഡം അതൊന്നുകൂടി ഉറപ്പിച്ചു. പക്ഷെ പിന്നീട് സംഭവിച്ചത്